നമസ്കാരം. വിസ്ഡം വൈസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമൃത, മംഗലാപുരം PA കോളേജിൽ മലയാള വിഭാഗം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വൈവിധ്യപൂർണവുമായ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ സംസ്കാരം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും ഉൾപ്പെടുന്ന നമ്മുടെ സംസ്കാരം വൈവിധ്യത്തിൽ ഐക്യം എന്ന മഹത്തരമായ ആശയത്തെ ഉൾപ്പെടുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യയെ അറിയുന്നതും നമ്മുടെ സമ്പന്നമായ സംസ്കാരത്തിലൂടെയും പാരമ്പര്യത്തിലൂടെയുമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത വ്യത്യസ്തമായ ഭാഷകളും മതങ്ങളും ആചാരങ്ങളും വസ്ത്രധാരണ രീതികളും ഭക്ഷണ രീതികളുമുള്ള ആളുകൾ ഒരേ രാജ്യത്തിൻ്റെ ഭാഗമായി സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു എന്നതാണ്. വൈവിധ്യമാണ് ഇന്ത്യയുടെ ശക്തി. പലതിൽ ഒന്ന് എന്ന ആശയം ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കും. ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്തുമതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം തുടങ്ങി നിരവധി മതങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മഹത്തരമായിട്ടുള്ള സവിശേഷത. വ്യത്യസ്ത വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരുമയോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുക, കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും കഴിയുക, അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിലും ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓണം, വിഷു, ദീപാവലി, ഈദ്, ക്രിസ്മസ്, പൊങ്കൽ തുടങ്ങിയ നിരവധി ഉത്സവങ്ങൾ ഇന്ത്യ ആഘോഷിക്കുന്നുണ്ട്. ഈ ആഘോഷങ്ങൾ സന്തോഷം പങ്കിടാനും പരസ്പര സ്നേഹവും സാഹോദര്യവും വളർത്താനും അവസരമൊരുക്കുന്നു. ഉത്സവങ്ങൾ മതപരമായ ആഘോഷങ്ങൾ മാത്രമല്ല, മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു പാലങ്ങൾ കൂടിയാണ്. കല, സാഹിത്യം, സംഗീതം, നൃത്തം എന്നിവയെല്ലാം ഇന്ത്യ സമ്പന്നമാണ്. കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ കലാരൂപങ്ങൾ ലോകമെമ്പാടും ഇന്ത്യയുടെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുന്നു. നമ്മുടെ പുരാതന സാഹിത്യങ്ങളും ശാസ്ത്രീയ സംഗീതവും ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകളിലൊന്നാണ്. അതിഥി ദേവോ ഭവ എന്ന ആശയം ഇന്ത്യയുടെ അതിഥി സൽക്കാരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതോടൊപ്പം സത്യം, അഹിംസ, കരുണ, സഹിഷ്ണുത, സ്നേഹം, ക്ഷമ എന്നീ മഹത്തരമായ മൂല്യങ്ങളും ഇന്ത്യൻ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മൂല്യങ്ങളാണ് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നത്. സാങ്കേതിക വിദ്യ വളരുകയും ലോകം അതിവേഗം മാറുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ഭാഷയുടെയും കലയുടെയും ആചാരങ്ങളുടെയും മൂല്യങ്ങളെയും സ്നേഹിക്കുകയും അടുത്ത തലമുറയിലേക്ക് അത് കൈമാറുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്ത്യയുടെ സംസ്കാരം നമ്മുടെ അഭിമാനമാണ്. ഈ മഹത്തരമായ പാരമ്പര്യം സംരക്ഷിക്കുകയും അതിൻ്റെ മൂല്യം ജീവിതത്തിൽ പകർത്തുകയും അടുത്ത തലമുറയിലേക്കും കൈമാറുകയും ചെയ്യാം. ഇന്ത്യയുടെ സംസ്കാരം നിലനിൽക്കട്ടെ, ഇന്ത്യയുടെ ഐക്യം ശക്തിപ്പെടട്ടെ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.